ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പെട്രോ ഡോളറിനെ കുറിച്ചാണ്. പെട്രോൾ ഡോളർ ഈ ഗൾഫ് യുദ്ധ സമയത്ത് വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. പെട്രോൾ ഡോളർ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഏത് കറൻസി ആണെങ്കിലും, ഏത് രാജ്യത്തിൻ്റെ കറൻസി ആണെങ്കിലും അതിന് കാലാകാലമായി, പക്ഷേ ഏകദേശം 1971 വരെ കറൻസി പ്രിൻ്റ് ചെയ്യുന്നത് അതിന് ആനുപാതികമായി സ്വർണം വെച്ചുകൊണ്ടായിരുന്നു. ഈ സ്വർണമാണ് കറൻസിയുടെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നത്. അതെങ്ങനെ പരിണമിച്ചു എന്നതിനെപ്പറ്റിയും, ഈ പെട്രോൾ ഡോളർ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നല്ലതാണോ, ഇതിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിലേക്കുള്ളൊരു വിനിമയത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യാനുള്ള സമയമില്ല. എങ്കിലും ഏകദേശം ഒരു ചർച്ച തുടങ്ങി വെക്കുവാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുകയാണ്. ഏകദേശം 1944 ഒരു ബ്രണ്ടൻ വുഡ്സ് എഗ്രിമെൻറ്റ് എന്നത് പ്രധാനപ്പെട്ട അന്ന് രണ്ടാം മഹായുദ്ധം വിജയിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി ലോക വിനിമയം ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കറൻസി അതിനായിട്ട് കണ്ടെത്തണമെന്നും ആ കറൻസിക്ക് ആനുപാതികമായിട്ട് ഡോളർ ഗോൾഡ് നിരക്കുകൾ ഉണ്ടാകുമെന്നുമുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. അന്ന് വിജയശ്രീലാളിതരായ അമേരിക്ക എന്ന് പറയപ്പെടുന്ന സമയമായിരുന്നു. യുദ്ധം വിജയിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിലാണെന്ന്. അവിടെ തന്നെ തുടങ്ങിയതാണ് ഈ വ്യവസ്ഥിതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട തെറ്റ്. അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ട്, ആ ചരിത്രത്തെപ്പറ്റി ചെറുതായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ യുദ്ധം വിജയിച്ചത് സത്യത്തിൽ അമേരിക്ക കാരണമായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അന്ന് വരെ ലോകം അടക്കി വാടിയിരുന്ന UK യുദ്ധത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അമേരിക്കയ്ക്ക് കൊടുക്കുമായിരിക്കും. അത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ജീവചരിത്രത്തിനെ പറ്റിയുള്ള പല ഡോക്യുമെൻ്ററികളിലും വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയെങ്കിലും അമേരിക്കയെ യുദ്ധത്തിൽ ഇറക്കുവാൻ വേണ്ടി വിൻസ്റ്റൺ ചർച്ചിൽ കളിച്ച എല്ലാ തന്ത്രങ്ങളും, അയാളൊരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെയായിരുന്നു. അവസാനം എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട്, അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് അയാൾ സംസാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞു. അമേരിക്ക പതുക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം ഈ 12,000 കിലോമീറ്റർ അധികം അകലത്തിൽ നടക്കുന്ന ഒരു യുദ്ധം തങ്ങളെ ഒരു വിധത്തിലും ബാധിക്കുവാൻ പോകുന്നില്ല, തങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അന്ന് അമേരിക്ക ഇരുന്നിരുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഗതി പൂർണ്ണമായി മാറ്റിമറിക്കുകയായിരുന്നു പേൾ ഹാർബർ ഇൻസിഡൻറ്റ്. പേൾ ഹാർബർ, ചുരുക്കി പറഞ്ഞാൽ ജപ്പാൻ ഒരു അപ്രതീക്ഷിത ആക്രമണം അമേരിക്കയുടെ പേൾ ഹാർബർ, അമേരിക്കയുടെ ഏറ്റവും വലിയൊരു നേവൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു. നേവി മാത്രമല്ല, അവിടെ ഒരുപാട് എയർഫോഴ്സും അവരുടെ വളരെ സീനിയറായിട്ടുള്ള ഏറ്റവും കഴിവുള്ള ഒരുപാട് പൈലറ്റുമാരും എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും ദൂരെ കിടക്കുന്ന ജപ്പാൻ, ഒരു ഓഷ്യൻ അപ്പുറം കിടക്കുന്ന ജപ്പാൻ ഇവിടെ ആക്രമണം ഉടനെ നടത്തിയ സമയത്ത്, അതും നിരവധി ചെറു വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ജപ്പാൻ ആക്രമണം നടത്തിയത്. അമേരിക്ക ശരിക്കും പകച്ചുപോയി. അമേരിക്കയ്ക്ക് വൻ നാശമുണ്ടായി. നിരവധി കപ്പലുകൾ നശിച്ചു, പോർട്ട് പൂർണ്ണമായും തകർന്നു, നിരവധി പൈലറ്റുമാരും എല്ലാം നാശമുണ്ടായി. ഇതിനൊക്കെ പറയും അമേരിക്കയ്ക്ക് ഇതൊരു വൻ നാണക്കേടായി. എന്നത്തെ പോലെ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. എന്നത്തെ പോലെയും അമേരിക്കയുടെ ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു അത്. നമ്മൾ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയ്ക്ക് എത്രത്തോളം ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ആവശ്യ നേരത്ത് അത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ 3 മാസത്തോളം ജപ്പാനിൽ നിന്ന് ചെറു ഷിപ്പുകളിലും മറ്റുമായി ഈ ചെറു വിമാനങ്ങളും മറ്റും കടത്തുകയും പല ഐലൻഡുകളിൽ ചെറിയ ചെറിയ ദ്വീപുകളിൽ ഇവ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അവിടെ നിന്ന് ഒരു ദിവസം കൊടുന്നിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. 3 മാസമായിട്ട് ജപ്പാൻ മെനഞ്ഞ ഈ തന്ത്രം അറിയുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടായിരുന്നു. ഇതിൻ്റെ പുറകിൽ നമ്മളിത് മുഴുവൻ പറഞ്ഞു വന്നതിനൊരു കാരണമുണ്ട്. എന്തായിരുന്നു യുദ്ധത്തിന് പ്രധാന കാരണം? അമേരിക്ക എന്നും പറയുന്നത് ജപ്പാൻ വെറുതെ കയറി അടിച്ചതാണ്. ആ രീതിയിലാണ് നമ്മളും പഠിക്കുന്നത്. നമ്മൾ ഇത് അമേരിക്കയും ജപ്പാനുമായിട്ട് അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ ജപ്പാൻ്റെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ അമേരിക്കയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ ആ ചർച്ചയിൽ ആദ്യമുണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ജപ്പാൻകാർ മാറ്റിയിരുന്നു തന്ത്രപൂർവ്വം. അന്നുപോലും അമേരിക്കയ്ക്ക് മനസ്സിലായില്ല അവരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള മറ്റവരെ ബലി കൊടുക്കുകയായിരുന്നു സത്യത്തിൽ. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ യുദ്ധം, ഈ അറ്റാക്ക് നടക്കുന്നത്. ഈ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു? പ്രധാനമായിട്ടും അമേരിക്ക ജപ്പാനെ ഒരു തുള്ളി പോലും എണ്ണ കിട്ടാത്ത രീതിയിൽ, അവർക്ക് എണ്ണ സ്രോതസ് വേറെ എങ്ങുമില്ല, അവരുടെ ഓഷ്യൻ അവരുടെ സീ റൂട്ട്സ് മുഴുവനായിട്ട് പല രീതിയിൽ ബന്ദോബസ്താക്കി വെച്ചിരിക്കുകയായിരുന്നു. അമേരിക്ക ത്രൂ അല്ലാതെ അവർക്ക് എണ്ണ മേടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ എണ്ണയും ഉപയോഗിച്ചുള്ളൊരു യുദ്ധം അമേരിക്ക തുടങ്ങിയത് ഇന്നോ ഇന്നലെയുമല്ല, എത്രയോ മുന്നേ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ജർമ്മനിയാണ് യുദ്ധം, ആക്സിസ് ഫോഴ്സസ് അമേരിക്കയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നത്. ജർമ്മനിയാണ് യൂറോപ്പിൽ നിന്ന് കാട്ടുതീ പോലെ പാഞ്ഞു കയറി എല്ലാ രാജ്യങ്ങളെയും ദിവസങ്ങൾക്കുള്ളിൽ അടിച്ചൊതുക്കി കയറി പോവുകയാണ്. റഷ്യയിലെത്തിയ സമയത്ത് ആണ് ശരിക്കും ആ ഒരു റെസിസ്റ്റൻസ് എത്തുന്നത്. റഷ്യയിൽ അവിടെ അന്നുണ്ടായിരുന്ന മാർക്സിസം മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഒക്കെ ചെറു രാജ്യങ്ങളാണ് വലിയ കാര്യമായിട്ടുള്ളൊരു, അവർക്കൊരു നാഷണാലിറ്റി ഒരു വിചാരമില്ലായിരുന്നു. ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ തിരിച്ചും എങ്ങനെയെങ്കിലും നമ്മൾ ശത്രുക്കളെ എതിർക്കണം എന്നുള്ള കൃത്യമായൊരു വിചാരം അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് റഷ്യയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ ഒറ്റക്കെട്ടായിട്ട് ജർമ്മനിയെ എതിർത്തു. പല രീതിയിലും അവരുടെ അന്നത്തെ നേച്ചർ, അന്ന് ഒരിക്കലും ഇല്ലാതിരുന്നൊരു വലിയൊരു തീവ്രമായ ശീതകാലം അവിടെ തുടങ്ങി. അത് ജർമ്മൻ ഫോഴ്സസിനെ ശരിക്കും പിന്തുണച്ചു. അവരുടെ സപ്ലൈ ലൈനുകൾ വിട്ടുപോയി. എന്നിട്ടും അവർ കയറി അടിച്ച് 2 കോടിയോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്, പട്ടാളക്കാരല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെന്ന് അവിടെ മരിച്ചു വീണത്. ആ തിരിച്ചടിയിൽ ജർമ്മനിയും ഒറ്റപ്പെട്ടു പോയി, ജർമ്മൻ പട്ടാളക്കാർ ഒറ്റപ്പെട്ടു പോയി. സപ്ലൈ ലൈനിൽ ഒരുപാട് മുന്നിലേക്ക് അവർ കയറി വന്നു. അവർക്ക് ഫുഡ് കിട്ടാനില്ല, അമ്യൂണിഷൻ കിട്ടാനില്ല. അതിലാണ് ജർമ്മനി ശരിക്കും പരാജയപ്പെട്ടത്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു ഒക്കെ. അതോടുകൂടി ശരിക്കും 2ാം മഹായുദ്ധം, ജർമ്മനി നയിച്ച യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട്, കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അമേരിക്ക ജപ്പാനിൽ കൊണ്ടുപോയിട്ട് ന്യൂക്ലിയർ ബോംബിടുന്നത്. കാരണം അമേരിക്കയ്ക്ക് റഷ്യ ആണ് ഇനി ലോക നായകൻ, റഷ്യ ത്രൂ ആണ് ഈ ജർമ്മനിയെ ഒതുക്കിയെന്ന് ഉള്ള ഒരു വാർത്ത, ആ രീതിയിലുള്ളൊരു ചിന്താഗതി ലോകരാജ്യങ്ങളിലേക്ക് പോകരുത്, ലോകമെന്നും അമേരിക്കയുടെ നേതൃത്വത്തിൽ കാണണം എന്നുള്ള ഒരു പ്രധാന കാര്യം. പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം, ജപ്പാനിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടത്, ഹിറോഷിമ നാഗസാക്കിയിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടത്, അതിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഹിറോഷിമയും നാഗസാക്കി ആയിരുന്നില്ല അവർ സെലക്ട് ചെയ്തിരുന്നത് ഇത് ഇടാൻ വേണ്ടി. കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് പോയിട്ട് മാറിപ്പോയിട്ട് ബോംബിട്ടതാണ്. അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഇടണം എന്നുള്ള നിർബന്ധമായിരുന്നു. അവർക്ക് ഇത്രയും വലിയൊരു ബോംബ് കയ്യിലുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കണം, ലോകത്തെ അറിയിക്കണം എന്നുള്ളത്. അന്നത്തെ ഇതനുസരിച്ച് വെറും 1 മാസവും കൂടി
സമയം ത്തിനുള്ളിൽ റഷ്യക്കും ന്യൂക്ലിയർ ബോംബ് ഇവർ രണ്ടുപേരും മത്സരമായിരുന്നു. അതിൻ്റെ ക്രിട്ടിക്കൽ മാസ് എത്താൻ വേണ്ടി ഇത് ന്യൂക്ലിയർ ഫിഷൻ മെറ്റീരിയൽസ് എൻറിച്ച് ചെയ്യുന്നതിൻ്റെ മത്സരത്തിൽ രണ്ടു കൂട്ടർക്കും അറിയായിരുന്നു രണ്ടു കൂട്ടർക്കും ന്യൂക്ലിയർ ബോംബ്. അപ്പോൾ ആരാദ്യം ഇടുന്നുള്ള റഷ്യ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു, റഷ്യക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം അവർ സൃഷ്ടിച്ചെടുത്ത് ആണ് അമേരിക്ക ഇതിലൂടെ അവർ നേടിയെടുത്ത ലോക വ്യാപാരത്തിൻ്റെ കുത്തക കൂടിയായിരുന്നു. പക്ഷേ അന്നും ഒരു ന്യായമായ കാര്യം അതിലുണ്ടായിരുന്നു. 35 പൗണ്ട് ഒരു ഔൺസ് ഗോൾഡിന് അങ്ങനെ ഒരു പെഗ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അന്നത്തെ റേറ്റ്സ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അമേരിക്കൻ ഡോളർ ലോകത്തിൻ്റെ റിസർവ് കറൻസി ആയിട്ട് ലോകത്തിലെ മേജർ ഡീലുകളും ഓയിൽ ഡീലുകളും എല്ലാം നടക്കുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നത് എല്ലാം തന്നെ അമേരിക്കൻ ഡോളറിൽ തുടർന്നു പോകുന്നു. അതിൽ ആകപ്പാടെ എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നത് ഇന്ത്യയായിരുന്നു. അതിനുള്ള വെറുപ്പ് ഇന്ത്യയിലേക്ക് അമേരിക്ക പലപ്പോഴും കാണിച്ചു. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയുടെ ന്യൂക്ലിയർ കപ്പൽ മദ്രാസ് ബോംബ് ചെയ്യാൻ വേണ്ടി മദ്രാസിനടുത്ത് തന്നെ എത്തി. അപ്പോൾ തൊട്ടടുത്ത് റഷ്യൻ ന്യൂക്ലിയർ സബ്മറൈൻസ് വന്ന് പൊന്തി ഈ കണ്ട് പേടിച്ചവർ മാറിപ്പോയതാണ്. അല്ലെങ്കിൽ അന്ന് മദ്രാസ് ബോംബ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് അവർ വന്നിരുന്നത്. അപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അന്നത്തെ ട്രേഡ് അതൊക്കെയായിരുന്നു ഡോളറിലല്ലാതെ നടന്നിരുന്ന ചില ട്രേഡ്സ്. അത് അമേരിക്കനെ തീർച്ചയായിട്ടും ശുഭിതമാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇതിലൊരു ട്വിസ്റ്റാണ് അമേരിക്ക 1971 നിക്സൺ പ്രസിഡൻ്റായിരുന്ന സമയത്ത് കൊണ്ടുവന്നത്. നിക്സൺ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തി. ഇനി തൊട്ട് ഞങ്ങൾ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്നില്ല ഡോളറിന്, ഞങ്ങൾ കറൻസി അടിക്കും. പക്ഷേ അതിലൊരു കണ്ടീഷൻ, ലോകത്തുള്ള എല്ലാ എണ്ണ ട്രേഡും ഇനി തൊട്ട് ഡോളറിലായിരിക്കും നടത്തുക. ഞങ്ങൾ സൗദിയുമായിട്ട് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. സൗദി ഇനി ഡോളറിൽ മാത്രമാണ് എണ്ണ കച്ചവടം നടത്തുകയുള്ളൂ. ഇതോടുകൂടിയാണ് ഒരു ഫിയറ്റ് കറൻസി എന്ന് പറയാം, യാതൊന്നിനും ഉറപ്പില്ലാത്ത ഒരു കറൻസി. അമേരിക്കയ്ക്ക് എത്ര വേണമെങ്കിലും കറൻസി അടിക്കാം. ഇങ്ങനത്തെ ഇതിനാണ് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്ക എത്ര വേണമെങ്കിലും കടമെടുത്താൽ ഇതോടുകൂടി എല്ലാവരും ഈ ഡോളറിലേക്ക് ട്രേഡ് മാറ്റി. കാരണം എല്ലാവർക്കും പെട്രോൾ വേണം, വാഹനങ്ങളുടെ എണ്ണം ലോകം മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറിലേക്ക് ട്രേഡ് മാറ്റി ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളും ഡോളർ റിസർവിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എല്ലാവരും ഡോളർ വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. ഈ ഡോളർ തന്നെ അമിതമായിട്ട് കയ്യിൽ വന്ന അറബികൾ, ഓയിൽ പ്രൊഡ്യൂസിങ് അറബ് രാജ്യങ്ങൾ, ഒപെക് രാജ്യങ്ങൾക്ക് ഇവർക്ക് ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉള്ള രീതിയിൽ ഡോളർ കയ്യിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിനും അമേരിക്ക പ്രതിവിധി കണ്ടുവച്ചു. ഓയിൽ ബോണ്ടുകൾ ഇറക്കി അമേരിക്ക. എന്ന് വെച്ചാൽ കടപ്പത്രങ്ങൾ, കടം നിങ്ങൾക്ക് ഒരു പേപ്പറിൽ ഇത്രയും കടം ഞങ്ങൾക്ക് തിരിച്ചു തരും ഈ പൈസ. അപ്പോൾ നിങ്ങൾക്ക് അതിന് നല്ലൊരു പലിശ കിട്ടിക്കൊണ്ടിരിക്കും. അതുമാത്രം മതി നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ. അത്രമാത്രം പൈസയായിട്ടുള്ള അവർക്ക് കിട്ടിയ റവന്യൂ വന്നുകൊണ്ടിരുന്നത്. ആ കടത്തുനിന്ന് വരുന്ന ഇത് മാത്രം മതി അവർക്ക്. അപ്പം ഇങ്ങനെ കടം ജപ്പാനും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം വാങ്ങിച്ചു കൂട്ടി ആദ്യകാലങ്ങളിൽ. അങ്ങനെ വേൾഡ് എക്കണോമി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതേ ടൈമിൽ ഒരു 1998 ചൈനയിൽ വന്ന വലിയ വ്യത്യാസം, അവർ കമ്മ്യൂണിസമൊക്കെയാണ് പറയുന്നതെങ്കിലും ചൈന പൂർണ്ണമായും ക്യാപിറ്റലിസത്തിനെ അതിൻ്റെ മടയിൽ കയറി അടിക്കാനുള്ളൊരു ക്യാപിറ്റലിസം ആയിട്ട് ചൈന മാറിയിരുന്നു. അങ്ങനെ ഒരു ക്യാപിറ്റൽ വ്യവസ്ഥയിലൂടെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സർക്കാർ സബ്സിഡിയിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം ഉണ്ടാക്കുക. ഏറ്റവും ചൈനയിൽ അമേരിക്കയിലും ലോകം മുഴുവനും ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ച് അതുണ്ടാക്കി മറ്റു രാജ്യങ്ങളിൽ വിൽക്കുക എന്നുള്ള ഒരു പദ്ധതിയായിട്ട് ഒരു 50 വർഷത്തെ പദ്ധതി എന്നുള്ള രീതിയിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് മുന്നേ തന്നെ ഇത് മുന്നോട്ട് വെച്ചത്. ആ രീതിയിൽ അവർ പോകാൻ തുടങ്ങി. അതിൻ്റെ പുറമേ അവർ അമേരിക്കൻ കമ്പനീസിൻ്റെ ഏറ്റവും ചീപ്പായിട്ട് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ഡെസ്റ്റിനേഷനായിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവർക്ക് വർക്ക് ഫോഴ്സും ഇലക്ട്രിസിറ്റിയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്.
ഇവർ ഇവർ വിളിച്ചു വരുത്തുകയും ചെയ്തു. ലോകം മുഴുവനുള്ള ഡെവലപ്പ് കൺട്രീസിലെ ഫാക്ടറികൾ. അപ്പം ഇതോടുകൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ചൈന ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി മാറി. അതിൻ്റെ പുറമെ ഈ പേറ്റൻറ്റ് റൈറ്റുകളും ഇങ്ങനെ ഉള്ളതിലൊന്നും യാതൊന്നും ഒരു മടിയും കൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ചൈന ഇറക്കുവാൻ തുടങ്ങി. അതിൻ്റെ പുറമെ ഹുവായി പോലെയുള്ള കമ്പനികൾ അവർക്കൊന്നും ഒരു പേറ്റൻറ്റ് പോലും ഇല്ലാതിരുന്നതാണ് ഏകദേശം ഒരു 2000 വരെ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ എടുക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറി. ഇതൊക്കെ ചൈനീസ് ഗവൺമെൻറ് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്ന കമ്പനികളാണ്. ഹുവായി ഒരു ഉദാഹരണം, നേരിട്ട് അറിയാവുന്നൊരു ഉദാഹരണം, ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് IT ഹബിൽ അവിടെ ഒരു തെങ്ങും തോട്ടം, ഒരു 5-10 ഏക്കറുള്ളൊരു തെങ്ങും തോട്ടം 2004 ഒരു കച്ചവടം നടന്നു. ഞാനതിനെപ്പറ്റി വേറെ പല കാരണങ്ങളാലും അത് അന്വേഷിച്ച് പോയ സമയത്ത് മനസ്സിലാക്കിയത് ഹുവായിയാണ് മേടിച്ചിരിക്കുന്നതെന്ന്. അവരത്രയും മുന്നെക്കൂട്ടി കണ്ട് പല കാര്യങ്ങളും ചെയ്തു എന്നർത്ഥം. ഇതേ സമയത്ത് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണ്, അമേരിക്കയിലെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ സ്ഥാപനം അല്ലെങ്കിൽ ഒരു കുത്തക റീറ്റെയിൽ സ്ഥാപനം, അമേരിക്കയിലെ കുത്തക റീറ്റെയിൽ സ്ഥാപനമാണ് വാൾമാർട്ട്. വാൾമാർട്ടിലൂടെ ആണ് എല്ലാവരും മിഡിൽ ക്ലാസ്സും ലോ ഇൻകം ക്ലാസ്സും എല്ലാവരും വാൾമാർട്ടിനെയാണ് ആശ്രയിച്ച് എല്ലാ സാധനങ്ങളും കിട്ടും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളിവിടെ പറയുന്നത് പോലെ ടയർ തൊട്ട് ടീഷർട്ട് വരെ എല്ലാ സാധനവും അവിടെ കിട്ടും. വാൾമാർട്ട്, പിന്നെയുള്ള റേഡിയോ ഷാക്ക്, ടോയ്സ് ആർ അസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കമ്പനീസ് ഉണ്ട് വേറെ. പിന്നെ അവരുടെ സർവീസ് ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രിയിൽ മക്ഡൊണാൾഡ്സും KFC അങ്ങനെയുള്ള ഇത്. പക്ഷേ വാൾമാർട്ടാണ് അവരുടെ ശരിക്കും നമ്മൾ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നിർണ്ണയിക്കുന്നൊരു അത്ര വലിയ സ്ഥാപനമാണ് വാൾമാർട്ട്. അപ്പം ഞാൻ പ്രാക്ടിക്കലായിട്ട് എനിക്കുള്ളൊരു അനുഭവം ഞാനവിടെ പറയാം. ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ മെയ്ഡ് ഇൻ ചൈനയാണല്ലോ എന്ന്. അപ്പം ഇത് 98-ന് ശേഷം നമുക്കവിടെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ മിക്കവാറും മെയ്ഡ് ഇൻ ചൈന ആയിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പിന്നെ മെയ്ഡ് ഇൻ USA എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കാൻ തുടങ്ങി. ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ നേരത്തൊന്നും 1-2 ദിവസം ഷോപ്പിങ്ങിനായിട്ട് മാറ്റി വെച്ച് വാൾമാർട്ടിലും പല സ്ഥലങ്ങളിലും കയറി നടക്കാൻ തുടങ്ങി മെയ്ഡ് ഇൻ USA എന്തെങ്കിലും ഉണ്ടോ. അവസാനം എനിക്ക് കിട്ടിയ ചില സാധനങ്ങൾ, വിചിത്രമായ സാധനങ്ങൾ, AAA ബാറ്ററി, AA പോലും മെയ്ഡ് ഇൻ ചൈന, AAA ബാറ്ററിൻ്റെ സെറ്റുകൾ മെയ്ഡ് ഇൻ USA, ജില്ലറ്റിൻ്റെ ഷേവിങ് സെറ്റ് മെയ്ഡ് ഇൻ USA. അങ്ങനെയുള്ള വളരെ ചുരുക്കം സാധനങ്ങൾ ഒരു വലിയ വാൾമാർട്ടിൽ 1,00,000 പ്രോഡക്ട്സെങ്കിലും ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇത്രയും മണിക്കൂറുകൾ നടന്ന് തപ്പിയിട്ട് എനിക്ക് കിട്ടുന്ന മെയ്ഡ് ഇൻ ചൈന പ്രോഡക്ട്സ് മാത്രമാണ്. ഇതിൽ ഒരു രസകരമായൊരു കാര്യമുണ്ടെങ്കിൽ ഉള്ളത്, ഒരു 2002 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടന്നു, സെപ്റ്റംബർ 9/11. അതിൻ്റെ മുന്നേ ഒരു ബാൻ ചൈനീസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് അമേരിക്കയിൽ അങ്ങ് തുടങ്ങി. കാരണം ഇത് മുഴുവൻ മെയ്ഡ് ഇൻ ചൈന വരാൻ തുടങ്ങിയ സമയത്ത് അവിടെ ചെറുകിട വ്യവസായങ്ങളിലുണ്ടായിരുന്ന ആളുകളുടെ മുഴുവൻ ജോലികൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് തലത്തിലൊരു ക്യാമ്പയിൻ അവിടെ, എനിവൺ ക്യാൻ കോഡ്, പലപ്പോഴും റേഡിയോ ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്നതാണ് എനിവൺ ക്യാൻ കോഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് പറയാൻ എളുപ്പമെന്നല്ലാതെ എനിവൺ ക്യാൻ, അപ്പോൾ എന്നുവെച്ചാൽ എല്ലാവരും ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ഇതിലേക്ക് മാറണം, അതിലൊരുപാട് ജോലി സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ എനിവൺ ക്യാൻ കോഡ് എന്നുള്ളൊരു ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മെയ്ഡ് ഇൻ ചൈന ബാനും അതിൻ്റെ കൂടെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് മെയ്ഡ് ഇൻ ചൈന ചെറിയ ഫ്ലാഗുകൾ, ബാൻ ചൈന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്ലാഗുകൾ, ചെറിയ സ്റ്റിക്കറുകൾ എല്ലാവരും കാറിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാനും നമ്മളൊരു ചൈന വിരോധിയായിരുന്നു. അപ്പോൾ ഒരു മെയ്ഡ് ഇൻ ചൈന ഇത്, അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയ സമയത്ത് ഇത് സ്ട്രോയിൻ്റെ മുകളിലാണ് ഫ്ലാഗ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രോയിൻ്റെ മുകളിൽ ഇരിക്കുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നാണ്. അപ്പോൾ ഞാനൊരു ഫ്ലാഗ് മേടിച്ച് കുത്തുന്നതുകൊണ്ട് ഞാൻ ചൈനയ്ക്ക് ആണ് സഹായം എത്തിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞാനത് മേടിക്കാൻ നിന്നില്ല. പിന്നെ
അതുമല്ല ഒരു ആ ഫ്ലാഗിന് വരാവുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 10 ഇരട്ടി വിലയ്ക്കാണ് അവർ ആ ഫ്ലാഗ് അവിടെ വെക്കുന്നത്. ഈ ക്യാമ്പയിൻ അവിടെ തുടങ്ങി പിറ്റേ ദിവസം തന്നെ ഈ സാധനം ആമസോണിൽ വാൾമാർട്ടിൽ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ അവർ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ഇന്ത്യയും ഒട്ടും മോശമല്ലായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയാണോ അല്ല ഇവിടെ കാലിഫോർണിയ പോലെയുള്ള സ്ഥലങ്ങൾ പലയിടങ്ങളിലും ശരിക്കും ഒരു ഇന്ത്യയിലെ ഒരു കോളേജിൻ്റെ എക്സ്റ്റൻഷൻ പോലെ തോന്നും നമ്മൾ. പല സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് മുഴുവൻ തന്നെ ഇന്ത്യൻസാണ്. ഒക്കെ ചെറുപ്പക്കാർ ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ. ഹിന്ദി ആയിരിക്കും സംസാരം കൂടുതലും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഇന്ത്യൻ ഫുഡ് ഒക്കെ. അപ്പോൾ അതൊക്കെ അവിടെ സംസാരം. അപ്പം വലിയൊരു രീതിയിലുള്ള വർക്ക് ഫോഴ്സ് സർവീസസ് സെക്ടറിൽ ഇന്ത്യയിൽ നിന്ന് അതേ ടൈമിൽ US വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രാൻസിഷൻ വന്നുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ പിന്നെ കുത്തനെ അങ്ങോട്ടേക്ക് എല്ലാ ഫീൽഡിലും ചൈന അങ്ങ് കയറാൻ തുടങ്ങി. ഇന്ത്യയും മോശമല്ല, അതിൻ്റെ കണക്കുകളും എല്ലാം വെച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ത്യ മോശമല്ല, ഇതെല്ലാം ഇതിൽ തീർക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇനി ഉള്ളത് പെട്രോൾ ഡോളറിനെ പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കും. ഈ പെട്രോൾ ഡോളർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പെട്രോൾ ഡോളർ സത്യത്തിൽ ദോഷമാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ വന്നു ചേരുന്നത്. പക്ഷേ പെട്രോൾ ഡോളർ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതി അത് ലോകത്തെ ആകമാനം തകർക്കുന്നൊരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് പെട്രോൾ ഡോളർ?